നമസ്കാരം. ആഡംബര വീടുകൾ താമസത്തിനും ശതകോടീശ്വരന്മാരുടെ മകളുടെയും പെരുമക്കളുടെയും കല്യാണ മാമാങ്കത്തിനും മരണ വീടുകളിലും കോടീശ്വരന്മാരുടെ വീട്ടിൽ കുട്ടി ജനിച്ചാലും ആഡംബര പ്രിയരായ മത പണ്ഡിത വേഷധാരികൾ പൂരം തന്നെ കാണാം. നമുക്ക് മതസംഘടനാ നേതാക്കന്മാർ മത്സരിച്ചെത്തുന്നത് എപ്പോഴും സമൂഹത്തിലെ വ്യവസായികളുടെയും സമുദായ പ്രമാണിമാരുടെയും വീട്ടിൽ. പകൽമാന്യന്മാരായ കള്ളക്കടത്തുകാർ, ഹവാല ഇടപാടുകാർ, ലഹരി വ്യാപാരികൾ, നക്ഷത്ര വേശ്യാല നടത്തിപ്പുകാർ, വട്ടിപ്പലിശക്ക് നൽകുന്നവർ, UAE പോലുള്ള സ്ഥലങ്ങളിലെ അനധികൃത ഇടപാടുകാർ എന്നിങ്ങനെ തട്ടിപ്പും വെട്ടിപ്പിലും ശതകോടികൾ സമ്പാദിച്ച സമുദായ പ്രമാണിമാരുടെ വീടുകളിൽ കയറി പാദസേവ നടത്തുന്ന മതപണ്ഡിത വേഷധാരികൾ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ കല്യാണ വീടുകളും മരണ വീടുകളും വീട് താമസത്തിനും വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കാത്തവർ മുസ്ലിം സമുദായത്തെ തടയുന്നത് നിത്യസംഭവമാകുന്നു. തട്ടിപ്പും വെട്ടിപ്പും കൂട്ടിക്കൊടുപ്പും സ്പിരിറ്റ് കച്ചവടവും ശതകോടികൾ ലഹരി കടത്തും നടത്തി കോടീശ്വരനായവന്റെ അപ്പി ഭക്ഷിക്കാൻ മതപണ്ഡിത വേഷധാരികൾ തയ്യാറാവരുത്. ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതിനു മതപണ്ഡിത സഭകൾ മാറി നിൽക്കണം. ഏറ്റവും മോശം ഭക്ഷണം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഏറ്റവും മോശം ഭക്ഷണം ഏതാണ്? ത്വആമുൽ വലീമ, അത് വിവാഹത്തിന്റെ ഭക്ഷണമാണ്. ഏറ്റവും മോശം ഭക്ഷണം അത് വിവാഹത്തിന്റെ ഭക്ഷണമാണ്. എങ്ങനെയുള്ള വിവാഹത്തിന്റെ ഭക്ഷണം? യംനഉഹാ മൻ യഅതീഹ, ആ വിവാഹത്തിന് വരേണ്ടവർ ആ വിവാഹത്തിന് വന്നിട്ടില്ല. വയുദഅ ഇലൈഹാ മൻ യഅബാഹ, എന്നാൽ ആ വിവാഹത്തിന്റെ ഭക്ഷണത്തിനു വേണ്ടി വരേണ്ടാത്ത ആളുകൾ അവിടെ വന്നിട്ടുമുണ്ട്. നമുക്ക് വരേണ്ട കുറെ ആളുകൾ ഉണ്ടാവും, നമുക്ക് എല്ലാ ആളുകളെയും ക്ഷണിക്കാം. പക്ഷേ ആ ഭക്ഷണത്തിന് അർഹരായ ആളുകൾ, അയൽവാസികളായ ആളുകൾ നാട്ടിലുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് മുതലാളിമാരെ മാത്രം സെലക്ട് ചെയ്ത്, നമ്മുടെ കിടക്കൊപ്പിച്ച കുറച്ച് ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ അവരെ നമ്മുടെ വിവാഹത്തിന് ക്ഷണിച്ചു. എന്നാലോ അതേ ദൂരത്തുള്ള സാധുവായ പാവപ്പെട്ട ഒരു നേരത്തെ നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്ന ഒരു വീട്ടുകാർ അവിടെയുണ്ട്. അവരെ നമ്മൾ ക്ഷണിച്ചില്ല. എന്തിന്റെ പേരില്? അവർ നമുക്ക് കിടപ്പിച്ച ആളുകളല്ല, അവരെ നമ്മൾ വിളിക്കേണ്ടതില്ല. നമ്മുടെ സാമ്പത്തികമായ ഒരവസ്ഥ അവർക്കില്ല. അങ്ങനെ ഒരു വിവാഹത്തിന് ഭക്ഷണം വിളമ്പിയോ ആ വിവാഹത്തിന്റെ ഭക്ഷണം ഏറ്റവും മോശം ഭക്ഷണമാണ്. മതം അവിടെ നിയമം പറയുകയാണ്. 3-4 ദിവസമൊക്കെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. ആ വിവാഹത്തിന് ഓരോ ദിവസവും ഓരോ വിഭാഗം ആളുകൾക്ക് തരം തിരിച്ചു കൊടുക്കാറുണ്ട്. ആളുകൾ സാമ്പത്തികത്തിനനുസരിച്ച്, അവരുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അത് ചെയ്യുമ്പോ ഒരു ദിവസം വരുന്ന ആളുകൾ നാട്ടിലുള്ള പാവപ്പെട്ടവരാണ്. എന്നാൽ അവർക്ക് എന്തു മതി? അതിനനുസരിച്ചുള്ള ഭക്ഷണം മതി. എന്നാൽ തൊട്ടടുത്ത ദിവസം വരുന്നവരോ കാര്യപ്പെട്ട ആളുകളാണ്. അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കാം. അത് കഴിഞ്ഞു വരുന്നവരോ അത് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കുക. അങ്ങനെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിക്കൊണ്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതും സാമ്പത്തിക സ്ഥിതി നോക്കിക്കൊണ്ട് കല്യാണത്തിലേക്ക് വിളിക്കുകയും ചെയ്ത് വിവാഹം നടത്തി കഴിഞ്ഞാൽ ആ ഭക്ഷണം മോശമാണ് എന്നാര് പഠിപ്പിച്ചു? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വരാൻ സാധിച്ചത്. ഫ്രണ്ടാണ്, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുതിയ